ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ദാൽ തടുക്കയുടെ റെസിപ്പിയാണ്. ഇതിനുവേണ്ടി നമ്മളിവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പും അരക്കപ്പ് തൂരപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 3 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് തൂവി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് കുക്കർ അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരയ്ക്ക് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിരുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്രാമ്പൂ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതും യോജിപ്പിച്ച് 2 മിനിറ്റ് നേരം നമുക്ക് തക്കാളി നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരയ്ക്ക് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ദാൽ തടുക്ക അല്പം കുറുകിയാണ് ഇരിക്കുന്നത്, ഒരുപാട് ലൂസായിട്ടുള്ള. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരം തുറന്ന് നന്നായി 2 തിള വരുന്നവരേക്ക് നമുക്ക് നന്നായി ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവ് ആവശ്യമെന്ന് തോന്നിയാൽ അല്പം പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ചിരുന്നു. 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ദാൽ തടുക്കലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫ്ലേവർ നമ്മുടെ ദാൽ തടുക്കയെ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റ്ഫുള്ളായിരിക്കും. ഇനി അവസാനം കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും തൂവി ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം ചൂടോടെ ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ളൊരു ദാൽ തടുക്ക നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോ വരുന്നത്